വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഗൈസ്. സോ ഇത് ഞാൻ ഒരുപാട് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്, പക്ഷേ ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ളൊരു സമയവും സാഹചര്യവും ഒക്കെ ഒത്തത്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കോവളത്തുള്ള ഉദയസമുദ്ര എന്ന് പറഞ്ഞ റിസോർട്ടാണ്. സോ അവിടെ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ചെന്ന് കയറിയതും നമുക്ക് അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശംഖുപുഷ്പത്തിൻ്റെ ഒരു സൂപ്പർ ടീ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. റൂം വാസ് ക്വയറ്റ് സ്പേഷ്യസ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. ഞങ്ങൾ ബേസ് കാറ്റഗറി റൂംസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ അമ്യൂണിറ്റീസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൂമിലാണെങ്കിലും ബാത്റൂംസിലാണെങ്കിലും ഒക്കെ. പിന്നെ അവിടെ റൂമിൻ്റെ ലൈറ്റിങ്ങും പിന്നെ അവിടെ യൂസ് ചെയ്തേക്കുന്ന കുഞ്ഞു സംഭവങ്ങൾ ലൈക്ക് അവരുടെ പെയിൻറ്റിങ്സ്, ലാമ്പ്, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ ഭയങ്കര ഒരു റിലാക്സിങ് സൂത്തിങ് എഫക്റ്റ് തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നേരെ വ്യൂ കിട്ടുന്ന പൂളിലേക്കാണ്. ബാൽക്കണി ഭയങ്കര ഒരു നല്ല സ്ഥലമായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്, ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രസമുണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടീ ആൻഡ് സ്നാക്സിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കോംപ്ലിമെൻ്ററി ആയിരുന്നു. എല്ലാം കണ്ടുവരുന്നതന്നെ ഉള്ളൂ. അങ്ങനെ ടീ ആൻഡ് സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്ന് പോകുന്നത് നമ്മുടെ ബീച്ചിലേക്കാണ്. സോ ഈ ഉദയസമുദ്ര റിസോർട്ടിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നേരെ മുന്നിൽ കടലാന്നുള്ളതാണ്. സോ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ സൂപ്പറായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും രസം എന്ന് പറയുന്നത് അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിയുമ്പോൾ, അതായത് നമ്മൾ ഉദയസമുദ്രയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റ് പിടിച്ച് നടക്കുക. കുറേ ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ഏരിയ ഒക്കെ കാണും. സോ അവിടെയൊക്കെ നമ്മൾ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ചും കൂടെ നടന്നു കഴിയുമ്പോഴത്തേക്ക് KTDCയുടെ ഒരു റിസോർട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ സ്റ്റെപ്സൊക്കെ കയറി നടന്നു കഴിയുമ്പോഴത്തേക്ക് നേരെ നമ്മളെത്തും നമ്മുടെ ബീച്ചിലേക്ക്. കിടിലം ബീച്ചാണ്. സോ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്തും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തു അവിടെ ആ ഒരു സ്പേസിൽ. ഭയങ്കര രസമായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ബീച്ച് കുറച്ചും കൂടെ കുറച്ചും കൂടെ ആക്സസിബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉദയസമുദ്രയുടെ അവിടെ നിന്ന് കിട്ടുന്നതിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അതിനുശേഷം കുഞ്ഞൂസിനെ തലയിലെടുത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ പോവാണ്. കോവളം ബീച്ച് എന്നെ സ്റ്റൈലാക്കിയതാ ബീച്ചിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാലും കയ്യൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊരു ടാപ്പും അതേപോലെ നമുക്ക് ഷൂസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രഷും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് നമ്മൾ പൂളിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞൂസിനെ ഇറക്കി. ഭയങ്കര രസമായിരുന്നു. നമ്മൾ 3 പേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനും അശ്വിനും കുഞ്ഞും മാത്രമേ ഇറങ്ങിയുള്ളായിരുന്നു. അച്ഛനും അമ്മയും നെക്സ്റ്റ് ഡേ ഇറങ്ങാൻ വേണ്ടിയിട്ടിരുന്നു, പക്ഷെ പിന്നെ പറ്റിയില്ല. അങ്ങനൊരു വെൽ സ്പെൻഡ് ഈവനിങ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. 5 സ്റ്റാർ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലായിരുന്നു. സ്റ്റാർട്ടേഴ്സ് മുതൽ ഇഷ്ടംപോലെ ഐറ്റംസ് ആയിരുന്നു. നമുക്ക് ഡെസേർട്ട് ഐറ്റംസ് വരെ യാതൊരു കംപ്ലയിൻസും ഇല്ല. നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും എല്ലാത്തിലും ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ബീച്ചെന്ന് പറഞ്ഞെന്നുണ്ടെങ്കിലും അതിനേക്കാളും നമുക്കിവിടുത്തെ ഫുഡായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കുറേ വെറൈറ്റി ഫുഡ്സ് ആയിരുന്നു, ഡെസേർട്ട്സും ഒക്കെ ആയിട്ട്. സാലഡ്സ്, പാസ്ത കൗണ്ടർ, ചാട്ട് കൗണ്ടറിൽ പാവ് ഭാജി സഹിതം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, അപ്പം, പുട്ട്, കൊത്തു പൊറോട്ട ഒക്കെ ആയിട്ട്. വി ലിറ്ററലി എൻജോയ് ദ ഫുഡ് ദെയർ. മോർണിംഗ്സ് ആർ വെരി ബ്യൂട്ടിഫുൾ, എസ്പെഷ്യലി വിത്ത് എ കപ്പ് ഓഫ് കോഫി. പക്ഷെ അത് ഞാൻ ഉണ്ടാക്കുമ്പം ഇറ്റ്സ് കൊഞ്ചം ഡിഫറെൻറ്റ്. ഞാൻ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഒരു റിസോർട്ടിൽ നിന്ന് കോഫി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ എനിവേസ് ഐ ട്രൈ മൈ മാക്സിമം ആൻഡ് ഇറ്റ് വാസ് ആൻ ഓക്കെ ടൈപ്പ് കോഫി. പിന്നെ ബാൽക്കണി പ്ലസ് കോഫി എന്ന് പറയുന്ന കോമ്പിനേഷൻ തന്നെ അടിപൊളിയാണല്ലോ. പിന്നെ അശ്വിൻ്റെ എക്സ്പ്രഷൻ ഒന്നും കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, വെറുതെ ആക്ടിങ് ആണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞൂസിനെ കൊണ്ടുവന്ന് അപ്പൂപ്പൻ്റെ അമ്മയുടെ റൂമിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മുങ്ങി. പക്ഷേ കുഞ്ഞൂസ് അതിന് സമ്മതിച്ചില്ല. അവൻ ഓടി എൻ്റെ പുറകെ വന്നു.
അത് കഴിഞ്ഞ് അമ്മ ദേ കുഞ്ഞൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും അശ്വിനും കൂടെ റിസോർട്ടൊന്ന് ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയുർവേദ സെൻറ്ററൊക്കെ കണ്ടു. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗോഡ് ഓഫ് ആയുർവേദ ധന്വന്തരിയുടെ ഒക്കെ ഇമേജൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചുറ്റിനായിട്ട് കുറേ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി. ഇഷ്ടം പോലെ വെറൈറ്റീസ് ആയിരുന്നു. ഡിന്നറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു 5 സ്റ്റാർ ക്വാളിറ്റി അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് ഫുഡ്സ് ആൻഡ് വെരി ടേസ്റ്റി, ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ജ്യൂസ്, സ്റ്റാർട്ടേഴ്സ് എല്ലാം, വേഫിൾസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ലോബിയിൽ തെരാപ്പാര നടന്നു ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ലവ്ഡ് ഇറ്റ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.